brought to you by IBMC Financial Professionals. ആഗോളതലത്തിൽ സാമ്പത്തിക മേഖലയെ അടിസ്ഥാനപ്പെടുത്തി നടന്ന 12 സുപ്രധാന കാര്യങ്ങളാണ് NTVയുടെ ബിസിനസ് 2012 ചൂണ്ടിക്കാണിക്കുന്നത്. എൻ്റെ പേര് സജിത് കുമാർ PK, ഡയറക്ടർ ആൻഡ് CEO ഓഫ് JRG ഇൻ്റർനാഷണൽ ആൻഡ് IBMC ഗ്രൂപ്പ്. ആദ്യമായി NTVയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും IBMC ഗ്രൂപ്പിൻ്റെയും സമൃദ്ധമായ പുതുവത്സരാശംസകൾ. 2012 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗ്ലോബൽ റിസഷനു ശേഷം പുതിയൊരു സാമ്പത്തിക ലോകത്തിനാണ് 2012 തുടക്കം കുറിച്ചത്. 2012 നോക്കിയാൽ കമ്പനികളുടെ ലാഭത്തിന് പുറമെ, പെർഫോമൻസുകൾക്ക് പുറമെ, സ്വർണം പോലുള്ള നിക്ഷേപങ്ങളുടെ ഡിമാൻഡിന് പുറമെ അന്താരാഷ്ട്ര വിപണികളെല്ലാം ചലിച്ചുകൊണ്ടിരുന്നത് ഒരു ഇക്കണോമിക്കൽ ന്യൂസിനെ ബേസ് ചെയ്ത് ആയിരുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നേതൃത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു. GCC നോക്കിയാൽ അവിടുത്തെ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, യൂറോപ്പിലെ സാമ്പത്തിക പ്രതിസന്ധികൾ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. നമ്മൾക്ക് 2012 2 സുപ്രധാന സംഭവങ്ങളിലേക്ക് പോകാം. വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഇന്ത്യ 2012 യൂറോപ്പിന് സാമ്പത്തിക സഹായം നൽകിയത് ചരിത്ര സംഭവമായി. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ പ്രസിഡൻ്റായി 2ാം തവണയും ശ്രീ ബരാക് ഒബാമ തിരഞ്ഞെടുക്കപ്പെട്ടത് ആഗോള വിപണിക്ക് കരുത്തായി. 3 വർഷക്കാലയളവിന് ശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2012 0.5% പലിശ നിരക്കിൽ കുറവ് വരുത്തി. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകിയ 2012 യൂറോപ്യൻ വിപണികൾക്ക് ഒരു ഉണർവിന് കാരണമാക്കി. വ്യാപാര മേഖലകളിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിനായി ഇന്ത്യ പുതിയ വാതിലുകൾ 2012 തുറന്നു. ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് QFI പദ്ധതികൾ വഴി 45 രാജ്യങ്ങളിലെ നിക്ഷേപകർക്ക് നേരിട്ട് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുവാനുള്ള അനുവാദം 2012 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൽകി. IBMC ഗ്രൂപ്പ് വഴി UAE നാഷണൽ ആദ്യ നിക്ഷേപകനായി ഇന്ത്യയിൽ എത്തി. ഇന്ത്യൻ രൂപ 2012 റെക്കോർഡ് താഴ്ച രേഖപ്പെടുത്തി. സ്വർണ്ണവില 2012 പുതിയ മാനങ്ങൾ കണ്ടു. ഇന്ത്യൻ ഓഹരി വിപണി 17 മാസക്കാലയളവിലെ ഉയർച്ച രേഖപ്പെടുത്തി. വിദേശ ധനകാര്യങ്ങളുടെ നിക്ഷേപം തുടർച്ചയായി 2012 വന്നത് ഇന്ത്യൻ ഓഹരി വിപണിക്കും ഇന്ത്യൻ രൂപയ്ക്കും കരുത്തായി. 12/12/2012 JRG ഇൻ്റർനാഷണൽ UAEയിൽ ആദ്യമായി ഈസി ഗോൾഡ് ഡെലിവറി സിസ്റ്റം പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അമേരിക്കയുടെ ഫിസ്ക്കൽ ക്ലിഫ് ചർച്ചാ വിഷയം 2012 അവസാനം നിക്ഷേപകരെ മുൾമുനയിൽ നിർത്തി. വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കിടയിലും 2012 ഇന്ത്യ യൂറോപ്പിന് ധനസഹായം നൽകിയത് ചരിത്ര സംഭവമായി. $10 ബില്യൺ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF മുഖേന ഇന്ത്യയുടെ ട്രേഡ് പാർട്ട്ണറായ യൂറോപ്പിന് ഈ വർഷം നൽകിയത്. $430 ബില്യൺ ആകെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഈ വർഷം യൂറോപ്പിന് നൽകിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയുടെ പ്രസിഡൻ്റായി 2ാമതും ബരാക് ഒബാമയെ തിരഞ്ഞെടുത്തത് ആഗോളതലത്തിൽ നിക്ഷേപകർക്ക് ആത്മവിശ്വാസം നൽകി. ബരാക് ഒബാമയുടെ വിജയം അമേരിക്കൻ നിക്ഷേപകർക്കും അതുപോലെ തന്നെ വിദേശ നിക്ഷേപകർക്കും ഒരുപോലെ ആത്മവിശ്വാസം നൽകിയത് ആഗോളതലത്തിൽ വിപണികൾക്ക് കരുത്തായി. അമേരിക്കൻ ഗവൺമെൻറ് കഴിഞ്ഞ വർഷങ്ങളിലായി നടത്തിവന്ന സാമ്പത്തിക സുരക്ഷാ പാക്കേജുകൾ, ക്വാണ്ടിറ്റേറ്റീവ് ഈസിംഗ്, QE3 പോലുള്ള സാമ്പത്തിക പാക്കേജുകൾ വരും വർഷങ്ങളിലും ഉണ്ടാവും എന്നുള്ള ആത്മവിശ്വാസമാണ് ഈ ഉയർച്ചയ്ക്ക് കാരണം. മൂന്ന് വർഷക്കാലത്തിന് ശേഷം 2012 ഏപ്രിൽ ആദ്യമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പലിശ നിരക്കിൽ കുറവ് വരുത്തി. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷം ആദ്യമായാണ് 2012 ഏപ്രിൽ 0.5% പലിശ നിരക്കിൽ കുറവ് വരുത്തിയത്. വ്യക്തികൾക്കും വ്യാപാര സംരംഭങ്ങൾക്കും കൂടുതൽ ലോൺ നൽകുക, പുതിയ സംരംഭങ്ങൾ വഴി രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്കിൽ ഉയർച്ച രേഖപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനം.
യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 2012 പുതിയതായി നൽകിയ സാമ്പത്തിക സുരക്ഷാ പാക്കേജുകൾ യൂറോപ്യൻ വിപണികളുടെ ഉണർവിന് കാരണമാക്കി. ഗ്രീക്ക് ഗവൺമെൻറ്റിന് 130 ബില്യൺ യൂറോയും സ്പെയിനിന് 100 ബില്യൺ യൂറോയുമാണ് സാമ്പത്തിക സുരക്ഷാ പാക്കേജുകൾ വഴി നൽകിയത്. യൂറോപ്യൻ യൂണിയൻ യൂറോപ്പിലെ എല്ലാ ബാങ്കിനെയും സൂപ്പർവൈസ് ചെയ്യും എന്ന റിപ്പോർട്ടും എല്ലാ നിക്ഷേപകർക്കും ആത്മവിശ്വാസം നൽകി. 2012 വ്യാപാര മേഖലയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപങ്ങൾക്ക് പുതിയ വാതിലുകൾ ഇന്ത്യ ഗവൺമെൻറ് 2012 തുറന്നുകൊടുത്തു. ഇന്ത്യയുടെ ജനസംഖ്യ 2011 1.03 ബില്യൺ ആയിരുന്നത് 2011 1.21 ബില്യൺ ആയി ഉയർന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത് വലിയൊരു ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ചെറുകിട നിക്ഷേപ മേഖലകളിൽ 51% വിദേശ നിക്ഷേപം ഉയർത്തിയാണ് ഈ ഒരു തീരുമാനം ഇന്ത്യ ഗവൺമെൻറ് കൈക്കൊണ്ടത്. ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രൊഡക്റ്റുകൾ ലഭ്യമാകുമ്പോൾ സാധാരണ കച്ചവടക്കാർക്ക് ഇത് ഏത് രീതിയിൽ ഭീഷണിയാവും എന്ന് ഉറ്റുനോക്കുകയാണ് ജനങ്ങൾ. IBMC Financial Professionals. IBMC is India's first exclusive financial service group for non-resident Indians and foreign nationals. IBMC is the trusted investment gateway for Indian investments. For contact details in UAE and India, please visit ibmcintl.com. JRG International Brokers ممثلة بالسيد هزاع محمد الظاهري. السادة الحضور യുഎയിലെ ഏറ്റവും മികച്ച ബിസിനസ് അവാർഡായ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ബിസിനസ് അവാർഡിന് JRG ഇന്റർനാഷണൽ ബ്രോക്കറേജ് DMCC അർഹരായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. IBMC Financial Professionals. IBMC is India's first exclusive financial service group for non-resident Indians and foreign nationals. IBMC is the trusted investment gateway for Indian investments. For contact details in UAE and India, please visit ibmcintl.com. ക്വാളിഫൈഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് QFI പദ്ധതി വഴി 45 രാജ്യക്കാർക്ക് ഇന്ത്യയിൽ ഓഹരി വിപണികളിലേക്ക് നിക്ഷേപിക്കാനുള്ള അനുമതി നൽകി. IBMC ഗ്രൂപ്പ് വഴി UAE നാഷണൽ ആദ്യ നിക്ഷേപകനായി. ഇന്ത്യൻ ഓഹരി വിപണികളിലേക്ക് വിദേശ നിക്ഷേപകരുടെ നിക്ഷേപം ലളിതമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് QFI ആരംഭിച്ചത്. UAE, US, UK, ഓസ്ട്രേലിയ തുടങ്ങി 45 രാജ്യങ്ങളിലെ നിക്ഷേപകർക്ക് വ്യക്തിഗത നിക്ഷേപത്തിലും സ്ഥാപനങ്ങളുടെ നിക്ഷേപത്തിനും നേരിട്ട് ട്രേഡിംഗ് അക്കൗണ്ടുകൾ തുടങ്ങി നിക്ഷേപിക്കാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FIIs വഴി മാത്രമേ വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. QFIയുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ സെമിനാർ ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ വെച്ച് സെപ്റ്റംബർ 1 IBMC ഗ്രൂപ്പ് നടത്തുകയുണ്ടായി. ഇന്ത്യൻ കോൺസൽ ജനറൽ ശ്രീ സഞ്ജയ് വർമ്മ ഉദ്ഘാടനം ചെയ്ത സെമിനാറിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് CEO ശ്രീ ആശിഷ് കുമാർ ചൗഹാൻ, CDSL സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ PS റെഡ്ഡി, അയർലാൻഡ് അഫയേഴ്സ് CEO ശ്രീ രംഗരാജൻ തുടങ്ങിയവർ QFIയെക്കുറിച്ച് സംസാരിച്ചു. IBMC ഗ്രൂപ്പ് വഴി QFI ആദ്യ അക്കൗണ്ട് ഹിസ് എക്സലൻസി അസാ മുഹമ്മദ് അൽ ദഹേരിയുടെ പേരിൽ നൽകി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ രൂപ 2012 റെക്കോർഡ് താഴ്ച രേഖപ്പെടുത്തി. 18% ഈ വർഷം ഇന്ത്യൻ രൂപയുടെ മൂല്യ തകർച്ച വന്നത്. യൂറോ കറൻസിക്കെതിരെ അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിച്ചതും ഇന്ത്യയിലെ ഓയിൽ ഇറക്കുമതിക്കാർക്ക് ഡോളറിൽ ഉണ്ടായ ഡിമാൻഡും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ചതുപോലെ ഉയരാത്ത സാഹചര്യം, പണപ്പെരുപ്പം നിയന്ത്രണത്തിൽ അല്ലാത്ത സാഹചര്യം, ഇതുമൂലമാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയാൻ കാരണമായത്. ഈ വർഷം
48 രൂപ 55 പൈസ ഒരു ഡോളറിനുണ്ടായത് 57 രൂപ 33 പൈസ വരെ ഉയർന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. സ്വർണ്ണവില 2012 പുതിയ മാനങ്ങൾ കണ്ടു. 17% സ്വർണ്ണവിലയിൽ ഉയർച്ച 2012 മാത്രം രേഖപ്പെടുത്തിയത്. ആഗോളതലത്തിൽ രാജ്യങ്ങളുടെ വളർച്ചാ നിരക്ക് കുറയുന്ന സാഹചര്യം, പണപ്പെരുപ്പം നിയന്ത്രണമല്ലാത്ത സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്ത് ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഗോൾഡിലേക്കുള്ള നിക്ഷേപം 2012 വന്നത്. $1526 ഒരു ഔൺസിന് എന്നുള്ളത് $1796 വരെയാണ് ഉയർച്ച രേഖപ്പെടുത്തിയത്, ഏകദേശം $169. ഇന്ത്യയിൽ സ്വർണ്ണ ഇറക്കുമതിക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഇരട്ടിയാക്കിയതും 2012 ഇന്ത്യൻ ഓഹരി വിപണി 2012 17 മാസ കാലയളവിലെ ഉയർച്ച രേഖപ്പെടുത്തി. 27% ഉയർച്ച രേഖപ്പെടുത്തിയത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായ നിക്ഷേപം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഇന്ത്യ കമ്പനികളുടെ പെർഫോമൻസ് എന്നീ കാരണങ്ങളാണ് ഇന്ത്യൻ ഓഹരി വിപണികൾക്ക് കരുത്തായത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചിക സെൻസെക്സ് 17,358 നിന്ന് 19,612 വരെയാണ് ഉയർച്ച രേഖപ്പെടുത്തിയത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ തുടർച്ചയായുള്ള നിക്ഷേപം ഇന്ത്യൻ ഓഹരി വിപണിക്കും ഇന്ത്യൻ രൂപയ്ക്കും ഗുണകരമായി. 1,00,000 കോടി രൂപയാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 2012 മാത്രം നിക്ഷേപം നടത്തിയത്. ഇത് ഇന്ത്യൻ ഓഹരി വിപണിയുടെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ ഇന്ത്യൻ രൂപയുടെ മൂല്യ തകർച്ച കുറയ്ക്കുന്നതിനും കാരണമാക്കി. പന്ത്രണ്ട് 2012 JRG ഇൻ്റർനാഷണൽ UAEയിലെ ആദ്യത്തെ ഈസി ഗോൾഡ് ഡെലിവറി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അബുദാബി എമിറേറ്റ്സ് പാലസ് ഹോട്ടലിൽ വെച്ച് നടന്ന പ്രത്യേക ചടങ്ങിൽ ഹിസ് എക്സലൻസി അസാം മുഹമ്മദ് അൽദഹേരി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ദുബായ് ഗോൾഡ് ആൻഡ് കമ്മോഡിറ്റീസ് എക്സ്ചേഞ്ച് വഴി ഗോൾഡിൻ്റെ വില നിശ്ചയിക്കുകയും അത് എമിറേറ്റ്സ് ഇൻവെസ്റ്റർ സേവിങ്സ് പ്ലാനിലേക്ക് മാറ്റി മാസ തവണകളായി പണമടച്ച് സ്വർണം ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. 11/11/2011 ബുർജ് ഖലീഫയിൽ വെച്ച് എമിറേറ്റ്സ് ഇൻവെസ്റ്റർ സേവിങ്സ് പ്ലാൻ എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. രാജ്യത്ത് സമ്പാദ്യശീലവും സംസ്കാരവും വളർത്തിയെടുക്കുവാനായിട്ടാണ് എമിറേറ്റ്സ് ഇൻവെസ്റ്റർ സേവിങ്സ് പ്ലാൻ എന്ന പദ്ധതി 11/11/11 IBMC ഗ്രൂപ്പ് JRG ഇൻ്റർനാഷണൽ വഴി നടത്തുകയുണ്ടായത്. അമേരിക്കയുടെ ഫിസ്ക്കൽ ക്ലിഫ് ചർച്ചകൾ 2012 അവസാന ദിവസങ്ങളിൽ നിക്ഷേപകരെ മുൾമുനയിൽ നിർത്തി. ജനുവരി 2013 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നേക്കാവുന്ന $600 ബില്യൺ ടാക്സ് കൂട്ടലും അതുപോലെ തന്നെ ഗവൺമെൻറ് ചെലവ് ചുരുക്കൽ നടപടികളെ അടിസ്ഥാനപ്പെടുത്തി വിപണികളിൽ വന്ന ഒരു വൻ ചാഞ്ചാട്ടമാണ് നിക്ഷേപകരെ മുൾമുനയിൽ നിർത്തിയത്. ഫിസ്ക്കൽ ക്ലിഫ് 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുകയും മറ്റു കറൻസികളുടെ മൂല്യം തകരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സ്വർണത്തിൻ്റെ നിക്ഷേപം കുറയുകയും സ്വർണ്ണ വിലയിലും ഒരു ചെറിയ താഴ്ച ആ സമയത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഫിസ്ക്കൽ ക്ലിഫ് വന്നില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ അമേരിക്കൻ ഡോളറിൻ്റെ മൂല്യം കുറയുകയും ഇന്ത്യൻ രൂപ പോലെയുള്ള മറ്റു കറൻസികളുടെ മൂല്യം കൂടുവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് സ്വർണത്തിൻ്റെ വിലയും ഉയരും. 2013 നോക്കിയാൽ വിപണികൾക്ക് ഒരു റിവൈവൽ ഇയറായിട്ട് നമുക്ക് കാണാം. നിക്ഷേപങ്ങൾക്ക് കൂടുതൽ സാധ്യത ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും 2013. ആഗോള വിഷയങ്ങൾക്കിടയിൽ വിപണികൾ ചാഞ്ചാടുമെങ്കിലും സ്വർണവും ഓഹരി വിപണികളും പുതിയ ഉയർച്ച രേഖപ്പെടുത്തും. നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും IBMC ഗ്രൂപ്പിൻ്റെയും സമ്പൽ സമൃദ്ധമായ പുതുവത്സരാശംസകൾ. Brought to you by IBMC Financial Professionals. IBMC Financial Professionals. IBMC is India's first
exclusive financial service group for non-resident Indians and foreign nationals. IBMC is the trusted investment gateway for Indian investments. For contact details in UAE and India, please visit ibmcintl.com.